താലികെട്ട് കഴിഞ്ഞ് ഇന്ന് തന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എത്തില്ലേ? ശരി. ആ നമസ്കാരം. നമസ്കാരം. അത്തേക്കല്ലേ മാസ്റ്റർ. ഇപ്പോഴും ഒരു വിവരമില്ല. പറഞ്ഞ വണ്ടിക്ക് കയറിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ എത്തേണ്ടതായിരുന്നു. സ്റ്റേഷനിലെത്തുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഏതായാലും വണ്ടിയായിട്ടാണ് സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ട്. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? ഇഡിയറ്റ്. എന്തായി? അന്തോണീസ് പുണ്യാളോ ചുള്ളനായിട്ടാണല്ലോ ഇന്ന്. കുഞ്ഞുനാളിലെ പറഞ്ഞുറപ്പിച്ചിരുന്നതാ നിന്റെ കെട്ടിന് താലിമാല എന്റെ വകയാണെന്ന്. നിന്റെ ചേട്ടൻ ദുരഭിമാനി അത് സമ്മതിക്കാത്ത സ്ഥിതിക്ക് തൽക്കാലം ഇതിരിക്കട്ടെ. മുത്തുവണ്ണം വന്നോ? ഇല്ല, അവനിപ്പോ എത്തും. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നു ആന്റണി ചായ ഈ ഷൂട്ടിംഗ്. വർക്കല്ലേടി, നമ്മുടെ സൗകര്യത്തിനൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അവനിങ് എത്തിക്കോളും. നീ എളുപ്പം ഒരുങ്ങ്. മുഹൂർത്തത്തിന് മുമ്പ് വേറെയും ചടങ്ങുകളുള്ളതാ. ഓ ശരി. ഇന്നലെ തന്നെ എത്തിയല്ലേ? ഓക്കെ. അതെ, ഇവൻ ഈ മുത്തു ഇത് എവിടെ പോയി? എന്താടാ? എന്താ മാസ്റ്റർ? എന്താ മാസ്റ്റർ, എന്തു പറ്റി? ആന്റണി ഭാഷ വിളിച്ചിരുന്നു. മുത്തു ഇന്നലെ സെറ്റിൽ ആക്സിഡന്റ്. Okay. Then second kick. Then straight kick. എന്താ ഭാഷ, എന്താ പറ്റിയത്? ഇന്നലെ വൈകുന്നേരം കെട്ടിടത്തിന് മുകളിൽ നിന്നൊരു ജമ്പിങ് ആയിരുന്നു. മുത്തൂരതും ചെയ്ത് വശമില്ലട. പക്ഷെ 75,000 രൂപ പറഞ്ഞുറപ്പിച്ചായിരുന്നു. അതായിരിക്കും സേഫ്റ്റി നെറ്റ്, എയർബെഡും ഒക്കെ ഒരുക്കിയിരുന്നതാണ്. പക്ഷെ എവിടെയോ കണക്കൂട്ടിൽ തെറ്റി തലയടിച്ച് അവൻ നമ്മുടെ മുത്തു പോയടാ. അതല്ല, ഇവളുടെ കല്യാണം അത് ഞാനുണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെ നടത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവനെ ഇങ്ങനെ കിടത്തിയാൽ മതിയോടാ? കൊണ്ടുപോകണ്ടേ നമുക്ക്? വേണം, പക്ഷെ അതിനൊക്കെ ഒരു മുറയില്ലടാ. ഇതുപോലൊരു അപകടം നടന്ന മരിച്ച ഫൈറ്ററെ ഫൈറ്റ് മാസ്റ്റർ വേണം വീട്ടിലെത്തിക്കാൻ. ഉദയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. ഷൂട്ടിങ് കഴിയട്ടെന്ന് അവൻ പറയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് 6-7 മണിക്കൂറാണ്. ഇങ്ങനെ വാ. ആരടാ ലൈറ്റ് ഓഫ് ചെയ്ത് ഷോർട്ട് സമയത്ത്? നിനക്കെന്താടാ എന്റെ സെറ്റിൽ കാര്യം? കൂടെ നിന്ന് ജീവൻ പണയം വെച്ചവന്റെ ശവം അവിടെ കിടന്ന് ചെയ്യുമ്പോ തന്നെ വേണോടാ നിനക്ക് സിനിമ ഷൂട്ടിംഗ്? ആ കിടക്കുന്ന എന്റെ അസിസ്റ്റന്റാ, ഇത് എന്റെ സെറ്റും. ഇവിടെ എന്ത് വേണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് വേണ്ടിയല്ലടാ, നിന്റെ ഈ സിനിമയ്ക്ക് കൂടി വേണ്ടിയല്ലേ അവൻ പോയത്. നമ്മളൊക്കെ ഒരുമിച്ച് വളർന്നവരല്ലടാ. നമ്മുടെ മുത്തു അല്ലടാ കിടക്കുന്നത്. ആഹാ, വാദവിടെ നിർത്തി ഫീൽഡിൽ മാറിയിട്ടാ. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഈ പടത്തിലെ നായകൻ ഹണിമൂണിനായി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇന്നേ ദിവസം ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറായി എനിക്ക് എത്ര ലക്ഷം രൂപയാ നഷ്ടം വരുമെന്ന് നിനക്ക് അറിയാമോടാ? കല്യാണ പന്തൽ ആങ്ങളുടെ വരവും കാത്തൊരു പെങ്ങൾ കൊച്ചിരിപ്പുണ്ട് സാർ. അതിന്റെ കണ്ണീരിനേക്കാ വില വരുമോ നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷങ്ങൾക്ക്? ദയവ് ചെയ്ത് ഷൂട്ടിംഗ് നിർത്തിവെക്കണം. അവനെ വീട്ടിലെത്തിച്ച് ആ കുടുംബത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം സർ, പ്ലീസ്. പിന്നെ കണ്ടവന്റെ ഒക്കെ കുഞ്ഞൂട്ടി പരാതിനും തീർക്കലല്ലേ എന്റെ ജോലി. മാനേജറുടെ കയ്യിൽ നിന്ന് 10,000-2,000 വാങ്ങി സ്ഥലം വിടാൻ നോക്കി. ചിക്കിളി എണ്ണി വാങ്ങിയിട്ടല്ലേ അവൻ ചാടിയത്. അവൻ ചത്ത അവന് പോയി. അതിന്റെ നഷ്ടം ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞാ ഇറങ്ങിപ്പോടാ കഴിവരുടെ മോനെ, ഇറങ്ങിപ്പോകാൻ. പോകാനല്ലേ പറഞ്ഞത്?
കൂടപ്പുറപ്പിന്റെ ജീവൻ പണയം വെച്ചിട്ട് അതിന്റെ കൂലി വാങ്ങിച്ച് കണ്ണടച്ചിരുന്ന പരമച്ചറ്റയാ നീ. അവന്റെ ശവത്തിന്റെ മുകളിലൂടെ കുറച്ച് പണം വാരി എറിഞ്ഞാൽ ഒക്കെ തീർന്നു ഒരു നാറിയ പ്രൊഡ്യൂസർക്ക് പറയാം. പക്ഷെ നീ അതിന് കൂട്ടു നിൽക്കരുതേ. നീയും ഞാനും ചെയ്തിരുന്ന തൊഴിലാ അവനും ചെയ്തിരുന്നത്. ആ തൊഴിലിനൊരു സത്യം ഉണ്ടടാ, മര്യാദയുണ്ട്. അത് നീ മറന്നു. പക്ഷെ ഒക്കെ ഓർക്കാൻ ഒരു ദിവസം വരും. ഓർക്കാൻ ഒരു ദിവസം വരും. സർ, ഇന്നലെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു എന്നല്ലാതെ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസത്തേക്ക് പോലും ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ പറ്റാത്ത വിധം തിരക്ക് എന്റെ അറിവിൽ ഒരു സിനിമയ്ക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല സർ. ഇത് വളരെ മോശമായി പോയി. എനിക്കിനി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐ എം സോറി. ഗുഡ് ഈവനിങ് സാർ. നീ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് എന്താ ഗൗരി, ഞാൻ വന്നത് ബുദ്ധിമുട്ടായ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഗൗരി മേനോൻ ഇല്ലെങ്കിൽ ഒരു ചിത്രവും ഹിറ്റാകാത്തവൻ എന്നൊരു പേര് കഴിഞ്ഞ പടത്തോടെ എനിക്ക് പതിച്ചെന്നല്ലോ. അതുകൊണ്ടാ ഈ തിരുമുഖം ഒന്ന് കാണിക്കാനെത്തിയത്. ഇന്ന് അവിടെ ഷൂട്ടിംഗ് മുടങ്ങിയോ? ആ, സെറ്റിലൊരു ഫൈറ്റർ അപകടത്തിൽ മരിച്ചുപോയി. എന്നിട്ട് ആ മരിച്ചവന്റെ വീട്ടിൽ നീ പോയിരുന്നോ? പോയിരുന്നു. എന്തേ? ഏതോ ഒരു ഫൈറ്റർ മരിച്ചു പോയതിന്റെ പേരിൽ ഷൂട്ടിംഗ് മുടക്കി ശവടക്കിന് അവന്റെ വീട്ടിൽ പോയ ചരിത്രത്തിൽ ആദ്യ നായികയായിരിക്കുന്നു. നിന്റെ ആരടിയാ ചത്തവൻ? അതിന്റെ പേരിൽ അവിടെ ഷൂട്ടിംഗ് മുടക്കാൻ വന്ന ഫൈറ്റർ ആന്റണിയും നീയും തമ്മിൽ എന്തടി ബന്ധം? ഗൗതം, നീ നല്ല ഫിറ്റാണ്. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. നീ ചെല്ല്. എന്നെ പറഞ്ഞുവിടാൻ നീ ആരടി? അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഗൗരി ഇന്നൊരു വലിയ സ്റ്റാറാണ്. ഒരു ഫൈറ്റർ മരിച്ചുപോയതിന്റെ പേരിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കുക, പ്രൊഡ്യൂസറോട് മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ വലിയ ചീത്തപ്പേരുണ്ടാക്കും. ഇപ്പൊ തന്നെ ഗൗരിയെക്കുറിച്ച് പല ഗോസിപ്പുകളും ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു കോ ആർട്ടിസ്റ്റ് എന്നതിലുപരി ഗൗരിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ട്. അല്ല, അത് അങ്ങനെ വേണമെന്ന് തന്നെയാണ് ഗൗരിയുടെ അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പ്രേം, ഒരു കോ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉപദേശിക്കാൻ എന്ന പേരിൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇവനെ വിളിച്ചുകൊണ്ടുള്ള ഈ പാതിരാത്രിയിലെ വരവ് നിങ്ങൾ ഒഴിവാക്കുമായിരുന്നു. മാത്രമല്ല, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് ഇവനെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് പോണം. ഗൗരി, ഞാൻ പ്രേം, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോടാ. ഗൗതം, വാടാ. പോവാൻ പറടാ കൂത്തിച്ചോട്. അവളില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ ഗൗതമിന് അറിയാം. ഇനി അതല്ല ഒഴിവാക്കേണ്ടത് അവളെയാണെങ്കിൽ അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിവറുടെ മോനെ, കൊന്നുകളയും ഞാൻ. ചെല്ലും ചെലവും തന്ന് നിന്നെ ഈ പോറ്റുന്നതേ നിന്റെ പെങ്ങളൊരുത്തിയെ ചൂണ്ടയെ പോലെ എന്റെ മുന്നിലിട്ട് ആട്ടുന്നുകൊണ്ടാ. വർഷം കുറയായി അവളെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അവളെങ്ങാനും എന്റെ കൈവിട്ടു പോയാ വച്ചേക്കില്ല ഞാൻ ഒന്നിനെ. മനസ്സിലായോടാ? മനസ്സിലായോടാ? നിങ്ങൾ ഇങ്ങനെ പരസ്പരം മേക്കിട്ട് കയറിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ പറ, ഇന്ന് നിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാൻ പറയാൻ തക്ക ചങ്കുറ്റം അവക്ക് എവിടുന്ന് കിട്ടി? നിന്റെ പെണ്ണാണെന്ന് നീ മനസ്സിലുറപ്പിച്ചിരുന്നവള് ഇന്ന് നിന്നെ തിരിഞ്ഞു നോക്കാത്ത എന്തുകൊണ്ടാ? അവൻ ഒരുത്തനാ കാരണം. ആന്റണി, ടാർസൻ ആന്റണി. ഇന്ന് അവൻ പറയുന്ന അവക്ക് വേദവാക്യം. ആന്റണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൗരിക്ക് നീയും ഇവനും. അതുകൊണ്ട് സമയം കളയാതെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. എൽദോ പറഞ്ഞത് ശരിയാ. ആ തെരുവ് പട്ടിയെ കണ്ടപ്പോൾ മുതൽ അവക്ക് ഈ മാറ്റം. പണി കൊടുക്കേണ്ടത് അവനാ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. പക്ഷെ എങ്ങനെ? വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൊഡ്യൂസർ ബഷീർ സാറിന് നിന്നുപോയ പടവില്ലേ, അസുരപ്പട. നാളെ വാഴക്കാല കോറിയയിൽ എൻ്റെ ക്ലൈമാക്സിന്റെ പാച്ച് വർക്കാ. ധർമ്മരാജനാ ഫൈറ്റ് മാസ്റ്റർ. ഒപ്പം ആന്റണി ഉണ്ടാവും. പറ്റുമോ നിനക്ക് നാളത്തോടെ അവനെ ഇല്ലാതാക്കാൻ?
ഭാഷ മാസ്റ്റർ ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇതുവരെ എത്തിയില്ലേ? 7 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇതുവരെ കാണാതായപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജരോട് പറഞ്ഞിട്ട് ലോക്കലായിട്ട് വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങെത്തും. ഓ, ആന്റണി അവിടെ? അവൻ ഹാർനസ് ജാക്കറ്റ് ഇട്ടോണ്ടിരിക്കുക. ഹാർനസ് നല്ല ടൈറ്റ് ആണല്ലോ. മുകളിൽ നിന്ന് ചാടുമ്പോ ഹാർനസ് ലൂസ് ആവില്ല. ഓക്കെ മാസ്റ്റർ. സ്ട്രാപ്പ് എല്ലാം ഇട്ടല്ലോ. ഇട്ടിട്ടുണ്ട് മാസ്റ്റർ. എല്ലാം കൊടുത്തില്ലേ? ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ ശരി. ഈ ചാടുന്ന ചാട്ടത്തിന് ഡബിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്ന് നായകന്റെ ഒരു നിലവിളിയുണ്ട്. അത് കാണുമ്പോഴാണ് ചിരി വരുന്നത്. ശരി, ക്രെയിൻ റെഡിയല്ലേ? ആ റെഡി. ഭാഷ റെഡിയല്ലേ? ഓക്കെ മാസ്റ്റർ. റെഡി മാസ്റ്റർ. എന്താണ് പറ്റിയത്? ആ ക്രെയിൻ ഓപ്പറേറ്റർ മനപ്പുറം ലിവർ ലൂസ് ആക്കിയതാ. അല്ല ഒരിക്കലും റോപ്പ് പൊട്ടില്ല. അവൻ എവിടെ? വണ്ടി കാണാനില്ല. ഇറങ്ങി ഓടിയെന്നാ തോന്നുന്നത്. ഇറങ്ങി ഓടി പോയി വണ്ടി എടുക്കാൻ പറ. പോ ചെല്ലു പോ. എന്താ ഇങ്ങനെ നോക്കിക്കുന്നേ? ഒന്ന് വേഗം പറയട്ടാ, ഇല്ലെങ്കിൽ ടാർസനൊരു ഒറ്റമൂലിയുണ്ട്. നല്ല തുരുമ്പിച്ച വാക്കത്തി കൊണ്ട് വാരിയലിന്റെ ഇടയ്ക്ക് വെച്ചൊരു പൂള്. എന്നിട്ട് അതിലോട്ട് ഒരുപിടി മണ്ണങ്ങ് വാരിയിടും. മണ്ണെന്ന് പറഞ്ഞാലേ 5 സ്റ്റാർ കോളനിയിലെ മണ്ണ കിടന്നു ചെയ്യും. മോനെ സാബു, നീയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നീ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു, അത് വൃത്തിക്ക് ചെയ്തു. നിന്നെ ഈ ജോലി ഏൽപ്പിച്ചതാരാണെന്ന് പറഞ്ഞ വയറ് നിറച്ച് ബിരിയാണി വാങ്ങിച്ചു തന്ന് നിന്നെ വണ്ടി കയറ്റി വിടും ഞങ്ങൾ ഇവിടുന്ന്. ഇല്ലെങ്കിൽ തടയാൻ വന്ന കൊന്നുകളയും ഞാൻ. ആന്റണി, എന്തായി കാണിക്കുന്നേ? എന്താ കാര്യം? എന്താ കാര്യമെന്ന് ഇവനോട് തന്നെ ചോദിക്ക്. മേഡം അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഇന്നലെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു. നായകന് ഡ്യൂപ്പിട്ട ഞാൻ പാറമടയുടെ മുകളിൽ നിന്ന് 200 അടി താഴത്തേക്ക് വീണു. ക്രെയിനിന്റെ ലിവർ ലൂസായിട്ട്.
വീട്ടിലിരിക്കുന്ന അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആന്റണി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ അവനെ ഞാൻ പൊക്കി, ആ ക്രെയിൻ ഓപ്പറേറ്ററെ. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്നെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഈ പരമ നാറിയാണെന്ന്. മനസ്സിലായില്ലേ? എന്നെ കൊല്ലാൻ കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരുന്നുവെന്ന് മേഡത്തിന്റെ പൊന്നാര ആങ്ങള. ഇന്ന് വരെ മുഖത്തോട് മുഖം കാണാത്ത ഇവൻ എന്നെ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുപോട്ടെ, മേഡം ഒന്ന് കരുതിയിരുന്നു നാളെ ഒരു ആവശ്യത്തിന് ഇന്ന് എന്നോട് ചെയ്തത് മേഡത്തിനോട് ചെയ്യാൻ ഇവൻ മടിക്കില്ല. സ്വന്തം ചോരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പൊലയാടി മോനാ ഇവൻ. എൻ്റെ സിനിമകളിൽ ഇല്ലാത്ത ഡ്രാമയാണല്ലോ ഗൗരി റിയൽ ലൈഫിൽ. നായികയുടെ വീട്ടിൽ കയറി അവരുടെ സഹോദരനെ തല്ലുന്ന സ്റ്റൺമാൻ, വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങി ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസമാവാൻ പോകുന്ന നായിക. ഇതിനിടയിൽ സ്റ്റൺമാനായ ചുള്ളൻ ചക്കനോട് നായികയ്ക്ക് എന്തോ ഒരു ആന്റണി അങ്ങനെ എങ്ങനെ ആദ്യമൊക്കെ ഒരു ഫിലിമി തമാശയെ മാത്രമേ ഞാനിതിനെ കണ്ടിരുന്നുള്ളൂ. പൊണ്ണനായ നായകന് മുന്നിൽ വളരെ എഫർട്ട്ലെസ് ആയി തൻ്റെ ജോലി കൈകാര്യം ചെയ്യുന്ന സ്റ്റൺമാനോട് ഒരു പെൺകുട്ടിക്ക് തോന്നാവുന്ന ഫാൻസി, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ വിരസമായ ഇടവേളകൾ ഉണ്ടാവുന്നൊരു ടൈം പാസ്. സിനിമാ പ്രണയങ്ങൾ ഒരുപാട് കാണുന്നല്ലേ നമ്മൾ. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ ശരിയാണോ? അപ്പോൾ ഈ നാണമാണ് എനിക്കുള്ള ഉത്തരം. സോ you are in love with Anthony. ഈ റിച്ച് ഗേൾ മീറ്റ്സ് പൂർ ബോയ് റൊമാൻസിലൊന്നും നിനക്ക് താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. യു ഫാർ ടു സെൻസിബിൾ ടു ഫാൾ പ്രേ ഫോർ ദാറ്റ്. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവുന്നേ. വീട്ടുകാരിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, സ്നേഹമില്ലായ്മ, അങ്ങനെയുള്ള പതിവ് നായിക റീസൺസ് ഒന്നും നിനക്കുണ്ടാവില്ല അവനോടുള്ള ഇഷ്ടത്തിന്. യു ഫീൽ സെക്യൂർ വിത്ത് ഹിം. അവൻ അടുത്തുണ്ടെങ്കിൽ നീ സുരക്ഷിതയാണ് എന്ന് നിനക്ക് ഉറപ്പാണ്, അല്ലേ? യെസ്, I feel secure. But more than that, I feel I'm wanted. അവനറിയോ നിന്റെ ഇഷ്ടം? അറിയുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഫീൽ. പറഞ്ഞിട്ടില്ല? ഇല്ല. പറയണ്ടേ? ലോകത്തിലെ 99% പ്രണയവും പൊട്ടിപ്പോകുന്നത് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറയാത്തോണ്ട. ഒന്നുകിൽ അവള് പറയട്ടെ എന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു. അവസാനം പറയാതെ അറിയാതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. സോ കമ്മ്യൂണിക്കേറ്റ്. പറയണം, പക്ഷേ ഇതൊരു വൺ വേ ട്രാഫിക് ആയി പോകുമോ എന്ന് ഭയം. നമുക്ക് അവനോട് ചോദിക്കാം. ലെറ്റ്സ് ക്ലിയർ തിങ്സ്. ആന്റണി ഇങ്ങോട്ട് വിളിപ്പിക്കാം. ഹലോ സർ. അതെ സർ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഞാൻ വരാം സർ. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഞാൻ ഒരുത്തനായതുകൊണ്ടാ സാറേ അവനെ കൊല്ലാതെ വിട്ടത്. അതും ഗൗരി മാഡത്തിന്റെ സഹോദരനാണെന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ട്. സാറിനറിയോ, ഞാൻ ഉദയ വരെ സംശയിച്ചു. എന്നെ പോലെ ആരും അല്ലാത്ത ഒരുത്തനെ കൊല്ലാൻ ലക്ഷങ്ങളുടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. അവന്മാർക്ക് സംശയമാണ് സർ. ഞാനും മേഡവും തമ്മിൽ എന്തോ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ മേഡത്തിനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. അതൊരു പാവമാണ് സർ. ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല അവരുടെ കയ്യിൽ നിന്ന്. ഞാനിതൊന്നും ചോദിക്കാനല്ലോ ആന്റണി വിളിപ്പിച്ചത്. നീ എന്തിനാ റേസ് ആവുന്നത്? അല്ല, അത് മേഡത്തിന്റെ കാര്യത്തിൽ. മേഡത്തിന്റെ കാര്യത്തിൽ തന്നെ. അവിടെ എന്താണ് ഇത്ര വലിയ കരുതൽ? നീ ആദ്യമായിട്ട് കാണുന്ന നായികയൊന്നുമല്ലല്ലോ ഗൗരി. എന്താ സംഭവം?
അയ്യോ അങ്ങനല്ല സാർ, ഞാൻ പറഞ്ഞത് വാക്കുകൾക്ക് വേണ്ടിയുള്ള ഈ പരതൽ കുറച്ചു മുമ്പ് ഞാൻ അവളിൽ കണ്ടതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലാൻ നിൽക്കുന്ന നിന്റെ മുഖത്തൊക്കെ എന്തെങ്കിലും പറയാൻ അവൾക്ക് സ്വാഭാവികമായും പേടിയുണ്ടാവും. നീ എന്താണ് തിരിച്ചു പറയാന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇനി അവൾ പ്രതീക്ഷിക്കുന്ന മറുപടി അല്ല നിന്നിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ ഇതിൽ പരൊരു നാണക്കേടുണ്ടോ തെന്നിന്ത്യയിലെ സൂപ്പർ നായികയ്ക്ക്? പക്ഷെ നിനക്ക് പറയണം അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ. ആഗ്രഹത്തിന്റെ അല്ല സർ, അർഹതയില്ലല്ലോ. അർഹതയുള്ളതല്ലേ മോഹിക്കാൻ പാടുള്ളൂ. എന്നെ പോലുള്ളവര്. അർഹതയില്ല, മോഹിക്കരുത്, ഇതൊക്കെ പറയുന്ന സമൂഹമല്ലേ ആന്റണി? അത് വിടൂ. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും മാത്രം, നീയും അവളും. കരുതലിനായി കരുത്തുള്ളൊരുത്തന്റെ കാവൽ, അത് മാത്രമല്ല അവൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം കൂടെ ഉണ്ടാവുമോ എന്നും അതാണ് അവളുടെ ചോദ്യം. അതെ അതെ, ഫൈറ്ററിന് ശേഷം ആദിത്യൻ സാർ ചെയ്യുന്ന പടമാ. പേര് ഹീറോ. സെയിം ടീം തന്നെ, ഗൗരിയും പ്രേം സാറും. ഷൂട്ടിങ് മറ്റന്നാൾ തുടങ്ങും. ഇപ്പോ ഇവിടെ ഈ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റന്നാൾ ലൊക്കേഷനിലോട്ട് വാ. ഓക്കെ. ഓ സാർ, ഇവരുടെ കൗബോയ് ഗെറ്റപ്പിലുള്ള ഫോട്ടോസ് മാത്രമല്ല എടുക്കാനുള്ളൂ. ഓ, അതാണ് എടുത്തോളൂ. അതിലെങ്കിലും എന്നെ വിശ്വസിക്കണം സാർ. ഞാനൊന്ന് ഗസ്റ്റ് ഹൗസ് വരെ പോയിട്ട് ധർമ്മരാജൻ മാസ്റ്ററോടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഫൈറ്റ് ഒന്ന് പ്ലാൻ ചെയ്യാൻ. പ്രൊഡ്യൂസറെ താൻ വരുന്നുണ്ടോ? പ്രൊഡ്യൂസർ അവിടെ നിൽക്കട്ടെ. അതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിതുവരെ കാര്യങ്ങളെന്ന് വിചാരിച്ച് തീർന്നില്ലേ? ആയിക്കോട്ടെ, സഹിച്ചു. അപ്പം നാളെ ലൊക്കേഷനിൽ കാണാം. ഓക്കെ. കറുത്ത ഗ്ലാസ് ആയിട്ട് ഒന്നും കണ്ടുകൂടാ. ഇതുവഴി ഇറങ്ങുമോ എന്തോ. ഞാൻ വിളിക്കാം. ഭാഷ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫസ്റ്റ് പഞ്ച് സ്റ്റൊമക്കിൽ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സത്യ, ഫസ്റ്റ് ഡേ തന്നെ ഫൈറ്റ് ആണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാറേ, നമ്മുടെ ഫൈറ്റർ എന്ന് പറഞ്ഞ പടവും ഒരു ഫൈറ്റിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്തായിരുന്നു രാശി? 100 ദിവസമല്ലേ തറ തൊടാതെ ഓടിയത്. ഓ, അപ്പൊ രാശിയുടേതാണ്. എന്റെ പെർഫോമൻസിന്റെ ഗുണം കൊണ്ടല്ല പടം ഓടിയത് അല്ലേ? അല്ല സാറേ, അതെ ഈ എടോ മോഴെ, ഇന്നലെ രാവെളുക്കുവോളം എന്റെ കള്ളും കുടിച്ചിരുന്നപ്പോ പറഞ്ഞതല്ലേ തന്നോട് ഈ പടത്തിൽ ധർമ്മരാജൻ അസിസ്റ്റ് ചെയ്യാൻ ആ തെണ്ടി ഉണ്ടാവരുതെന്ന്. എല്ലാം സമ്മതിച്ചേച്ച് രാവിലെ കണി കാണിക്കാൻ അവനെ കൊണ്ടുവന്നത് താൻ എന്റെ വാക്കിന് ഇത്രേ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണോ? അയ്യോ അല്ല സാർ, ഞാനങ്ങനെ ചെയ്യൂ. ധർമ്മരാജൻ മാസ്റ്റർ അവനത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തിന് അവനെ മാറ്റണ്ട എന്ന് പറഞ്ഞത്. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടുപേരും ഇടയിൽ കിടന്ന്. ആരാടോ ഈ ആദിത്യനും ധർമ്മരാജനും? ഈ സിനിമ എന്റെ പേരിലാ കച്ചവടമാവുന്നത്. അവന്മാർ രണ്ടെണ്ണത്തിനെയും കാണാനല്ല ജനം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. ഇനി ഒരു നിമിഷം അവൻ എന്റെ കൺമുട്ടത്തുണ്ടാവരുത്. പോ, ഗെറ്റ് ഹിം ഓഫ് മൈ സെറ്റ്. പ്രേം, അലമ്പുണ്ടാക്കാൻ മേക്കപ്പ് ഇടറാ. വെറുതെ രാവിലെ ഈഗോയും കെട്ടി വീർപ്പിച്ച് ചെല്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ മേക്കപ്പ് ഇടുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തതാതി, നീ എന്തിനാ ഈ സ്ലം ഡോഗിന് വേണ്ടി വാദിക്കുന്നത്? പ്രേമാനന്ദ കള്ള മോനെ, നീ പറഞ്ഞ സ്ലം ഡോഗ് ഇല്ലായിരുന്നേല് കഴിഞ്ഞ പടത്തില് നശിച്ച് നാറാണക്കൽ എടുത്തേനെ. നീ മറക്കണ്ട. നിനക്ക് തിയേറ്ററിൽ കിട്ടിയ കൈയിടിയും കടലാസറിയും യഥാർത്ഥത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് ജനത്തിനറിയില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവനോടുള്ള വില കുറഞ്ഞ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് പൊന്നുമഞ്ചൊന്ന് മേക്കപ്പെട്, നല്ല കുട്ടിയായിട്ട് പോ. 1 മിനിറ്റ് ആദി. കഴിഞ്ഞ പടം പോലല്ലടാ ഈ സിനിമ. എന്റെ കൂടെ മാർക്കിന്റെ ബലത്തിലാ കച്ചവടമാവുന്നത്. അതുകൊണ്ട്
നീ മാത്രം അങ്ങ് തീരുമാനിച്ച പോരാ കാര്യങ്ങൾ. ഇപ്പൊ അറിയണം, ഈ സിനിമയിൽ പ്രേമാനന്ദ് വേണോ ഒരു ദിവസക്കൂലിക്കാരൻ ഫൈറ്റർ വേണോ എന്ന്. അവനുണ്ടെങ്കിൽ ഈ സിനിമ പ്രേമാനന്ദ് ചെയ്യില്ല. അപ്പോ ആന്റണി ഉണ്ടേല് നീ എന്റെ സിനിമയിൽ അഭിനയിക്കില്ല? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ വേറെന്താ ചെയ്യല്ലേ? അങ്ങനെ തീരുമാനിക്കല്ലേ? അല്ലേ മാസ്റ്റർ? ഈ സിനിമയില് നീ വേണ്ട. എന്റെ ഈ സിനിമയിൽ ആന്റണി മാസ്റ്റർ അസിസ്റ്റ് ചെയ്യും. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ പോയി കോസ്റ്റ്യൂം ഇട്ട് വാ. അല്ലെങ്കിൽ കൊച്ചുമുതലാളിക്ക് കൂട്ടുവന്ന് ഈ കരുമാടിക്കുട്ടന്മാരെ വിളിച്ച് സ്ഥലം വിട്. ഞാനില്ലാതെ ഈ പടം തീർക്കുന്നത് എനിക്കൊന്ന് കാണണം. നിനക്ക് കാണിക്കാൻ പറ്റുന്ന തൊട്ടിത്തരമൊക്കെ നീ കാണിക്ക, നമുക്ക് നോക്കാം. വാ. സാർ, ഞാൻ പോയി പ്രേമിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാം സാർ. ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചത് നന്നായില്ലേ ബോസേ? ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ? അല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? ഈ ലൊക്കേഷനിൽ പ്രേം സാർ ഇല്ലാതെ ഒരൊറ്റ സീന് പോലും ഇല്ല. തനിക്ക് ധൈര്യമുണ്ടോ ബോസേ? താൻ കൂടെ നിൽക്കുമെങ്കിൽ നമ്മൾ ഈ സിനിമയുമായി മുന്നോട്ട് പോകും. അതില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ സിനിമ നിൽക്കും. തനിക്ക് ഇതുവരെ ചെലവായ കാശെന്താണോ അത് ഞാൻ തരും. അയ്യോ, അതൊന്നും വേണ്ട സാർ. നമുക്ക് ഈ സിനിമ ചെയ്യണം. പക്ഷേ പ്രേമില്ലാതെ നമ്മളെങ്ങനെ? ഒരൊറ്റ രൂപയുടെ മാർക്കറ്റ് ഇല്ലാതിരുന്ന പ്രേമിനെ നായകനാക്കി ഒരു പടം ചെയ്ത് നമ്മൾ ഹിറ്റാക്കിയില്ലേ? അപ്പോ താരമല്ല കാര്യം, സിനിമയാണ്. അവന്റെ പിണക്കം ഒരു നിമിത്തം പോലെ തോന്നുന്നു എനിക്ക്. ഒരു പുതിയ നായകനെ പരീക്ഷിക്കാൻ, അതിലെന്നെ വിശ്വസിക്കാൻ താൻ റെഡിയാണ്. പക്ഷേ ഈ ഷോർട്ട് നോട്ടീസിൽ ആര്? അവനാണ് എന്റെ നായകൻ. കഴിഞ്ഞ പടത്തിൽ മുഖമില്ലാത്തവന്റെ പ്രകടനത്തിനാണ് ജനം കൈയടിച്ചത്. ഈ സിനിമയിൽ നമ്മൾ അവന് ഒരു മുഖം കൊടുക്കുന്നു, ഒരു പുതിയ മുഖം. അവനാണ് എന്റെ ഹീറോ. പത്രങ്ങളും ന്യൂസ് ചാനലുകളും പറയുന്ന പോലെ ആദിത്യൻ പ്രേമാനന്ദിനെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതല്ല. സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദ് ആ പ്രൊജക്ട് സ്വയം വേണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ വാർത്ത പുറത്തു പോകാവൂ. കേട്ടല്ലോ? ഇന്നത്തെ പ്രധാന വിനോദ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രശസ്ത സംവിധായകൻ ആദിത്യന്റെ സിനിമയിൽ പ്രേമാനന്ദിന് പകരം പുതിയ നായകൻ. ഫൈറ്റർ എന്ന വിജയ ചിത്രത്തിന് ശേഷം ആദിത്യൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹീറോ എന്ന ചിത്രത്തിലാണ് ഈ നായകമാറ്റം. പ്രേമാനന്ദിനെ നായകനാക്കി ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിൽ പുതിയ നായകൻ എത്തിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ സംവിധായകനും പ്രേമാനന്ദും വിസമ്മതിച്ചു. ഏതാനും ചിത്രങ്ങളിൽ ഫൈറ്റ് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വന്നിരുന്ന ആന്റണിയാണ് ചിത്രത്തിലെ പുതിയ നായകൻ. പ്രേമാനന്ദ് എന്ന താരത്തെ മലയാള കണ്ടാ പുതിയ താരജോടി ടാർസൻ ആന്റണിയും ഗൗരി മേനോനും. നാട് നീളെ പോസ്റ്റർ ഇറങ്ങുമ്പോ കണ്ടു നടക്കേണ്ട ഗതികേടുണ്ടാതിരിക്കണമെങ്കിലേ എന്താന്ന് വെച്ചാ ഇപ്പൊ ചെയ്തോണം. അത്തരത്തിലൊരു പോസ്റ്റർ നിന്റെ മനസ്സിൽ തോന്നിയെങ്കിൽ അത് ഇപ്പോഴേ കീറിക്കളഞ്ഞേക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് പകരം ആ സിനിമയിൽ വേറെ ആരഭിനയിച്ചാലും ആന്റണി അഭിനയിക്കില്ല.